നമ്മുടെ വിരക്കുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുളം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ചെറിയ ബക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ മണൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുഴയിൽ നിന്ന് കൊണ്ടുവന്ന മണലാണ്. അപ്പോൾ മണൽ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകാം കേട്ടോ. നിറച്ച് എന്താ പറയുക, ചീത്തയായിരിക്കുമല്ലോ ഫസ്റ്റ് തന്നെ നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം. അതുകൊണ്ട് തന്നെ മണലൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ ഞാൻ ഓർത്ത്. അങ്ങനെ ഞാൻ മണൽ നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു 4-5 പ്രാവശ്യം കഴുകിയാൽ മതി. പിന്നെ അതിൻ്റെ ചെളിവെള്ളം നിങ്ങൾ നോക്കണ്ട ഗൈസ്. കാരണം മണലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നപ്പോഴാണ് നമ്മുടെ വിരക്കുട്ടിന് വെള്ളം കുറവായിരുന്നു. അങ്ങനെ അവന് ഇച്ചിരി വെള്ളം കൊടുത്തിട്ട് നമ്മുടെ കുളത്തിൽ നിന്ന് നമ്മളിനി 2-3 പായൽ പറിച്ച് അവന് കൂട്ടിനിടാന്ന് ഓർത്തു കേട്ടോ. അപ്പം നമുക്ക് മുമ്പുണ്ടായിരുന്നവന് നമ്മളിങ്ങനെ കൂട്ടിന് പായലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ കുളത്തിൽ നമ്മൾ പായലൊക്കെ പറിച്ചിട്ട് നമ്മളിനി പായൽ നമ്മുടെ കുളത്തിലേക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാനിനി വേറൊരു ടൈപ്പ് പായലും കൂടി നടുന്നുണ്ട് കേട്ടോ. അപ്പം 2 പായൽ ഞാൻ അവന് കൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ എടുത്ത് നമ്മുടെ കുളത്തിലേക്ക് ഇടാം. നമുക്കിനി ഇവനെ കുളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സേഫ് ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ട് വെക്കാം. നമുക്കിനി എന്നും ഇവനെ നിരീക്ഷിച്ച് നോക്കാം.